വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയില്ല എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യനില അതിഗുരുതരമായി തുടരുകയാണ്. അഫാൻ ചെയ്തതിൻ്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് അഫാന്റെ പിതാവ് അല്പം മുമ്പ് 24 പറഞ്ഞത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ. എനിക്ക് വേറെ ഒന്നും അവനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. എന്താണ് അവൻ ചെയ്തതെന്ന് അവൻ നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ. അഫാന്റെ പിതാവാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം ചെയ്ത ക്രൂരകൃത്യം ആലോചിക്കും അദ്ദേഹത്തിന് മറ്റൊന്നും പറയാൻ കഴിയില്ല. ദുഃഖിതനായ ഈ പിതാവിൻ്റെ വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഷബീദ് റാവുത്തർ അദ്ദേഹവുമായി സംസാരിച്ച് താങ്കളായിരുന്നല്ലോ. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അഫാന്റെ പിതാവ് വളരെ നിർവികാരനായിട്ടാണ് ഈ കാര്യം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും മുഖഭാവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. പറയും. ഹെസ്കൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫാന്റെ പിതാവ്, നമ്മൾ ആ ബൈറ്റിൽ കണ്ടതുപോലെ തന്നെ അഫാന്റെ പിതാവ് വലിയ വൈകാരികമായ പ്രതികരണമല്ല നടത്തിയത്. പകരം അദ്ദേഹം വളരെ നിസ്സംഗനായി നിന്ന് പ്രതികരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരനടക്കം 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ആക്രമിച്ച കേസിലെ ഏക പ്രതിയാണ് അഫാൻ. അഫാൻ ഇന്ന് രാവിലെ 11:00 തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനുശേഷം നമ്മൾ ഈ അഫാന്റെ പിതാവ് എവിടെയെന്നുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു. കാരണം ഈ മാതാവിനെ മാറ്റി നിർത്തിയാൽ പിന്നീട് അവശേഷിക്കുന്ന ഏക ബന്ധു അത് അഫാന്റെ പിതാവ് റഹീമാണ്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആ സംസാരം, ആ ബൈറ്റ് അവസാനിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ള അദ്ദേഹം പറഞ്ഞത് അഫാൻ ചെയ്ത ക്രൂരകൃത്യം അത് എന്താണെന്ന് അഫാൻ അറിയാം. അതുകൊണ്ട് തന്നെ അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ അനുഭവിക്കട്ടെ, അത് ദൈവം നൽകിയതായിരിക്കും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എസ്കേൻ, ഇന്ന് പകൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്നായിരുന്നു അഫാന്റെ ആത്മഹത്യാശ്രമം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരൊറ്റ സെല്ലിൽ അഫാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ അവസാന നിമിഷത്തെ കുറ്റപത്രം തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോഴും അഫാൻ ഈ പോലീസിനോട് വളരെ അൺഒഫീഷ്യലായി പറഞ്ഞത് എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതായിരുന്നു. അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ ചെയ്യുമെന്നൊക്കെ കാഷ്വലായി അഫാൻ പറഞ്ഞുവെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മളോട് അൺഒഫീഷ്യലി അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ രീതിയിൽ അതിന്റെ പശ്ചാത്തലത്തിൽ അഫാന് ജയിലിൽ വലിയ സുരക്ഷ, വലിയ നിരീക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊരു സെല്ലിൽ ഇടുക മാത്രമല്ല മുഴുവൻ സമയം അഫാനെ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ച സാധാരണഗതിയിൽ ഈ തടവുകാരെ സ്കാൻ പുറത്തേക്കിറക്കി അവർക്ക് TV കാണിക്കാൻ, അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഓക്കെ ആക്കാൻ അവരെ TV കാണിക്കുന്ന ഒരു പതിവുണ്ട് ജയിലിൽ. അങ്ങനെ അഫാനെ TV കാണിക്കാൻ വേണ്ടി പുറത്തേക്കിറക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് വളരെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിയുന്ന സമയത്ത് അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ടെടുത്തുകൊണ്ട് അവിടുത്തെ ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കഴുത്തടക്കം അഫാന്റെ അബ്ഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം എത്തിക്കുമ്പോൾ, കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കുമ്പോൾ അഫാന് പൾസ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകി ICUയിലേക്കൊക്കെ മാറ്റി. ICUയിലേക്ക് മാറ്റിയ ശേഷവും അഫാന് പലതവണ ഫിറ്റ്സ് വന്നു എന്ന് ഡോക്ടർമാരടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിൽ അഫാൻ തുടരുകയാണ്. അതീവ ഗുരുതര സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്ന അഫാനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലെ അധികൃതരുമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അഫാന്റെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആയിട്ടില്ല, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇക്കാര്യത്തിൽ സമഗ്ര പരിശോധന ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും നമ്മൾ കാത്തിരുന്നത് അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം അടക്കം അഫാൻ നടത്തുമ്പോൾ അഫാന്റെ പിതാവിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതായിരുന്നു. അഫാന്റെ പിതാവിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അത് അഫാൻ ചെയ്ത ക്രൂര കുറ്റകൃത്യത്തിന്റെ ശിക്ഷ അത് അനുഭവിക്കട്ടെ എന്നുള്ളതാണ് പിതാവ് റഹീം 24 വ്യക്തമാക്കിയത്. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അഫാൻ ചെയ്ത ഈ ക്രൂര കൃത്യങ്ങളൊന്നും താങ്ങാൻ കഴിയുന്നതല്ല.